ചെറുപ്പക്കാരാ, ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചരിത്രം വായിച്ചു നോക്കടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ മോനെ നിന്റെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 17-ാം രാവാണല്ലോ. 313 സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിലെ ഷഹീദായ 14 ശുഹദാക്കളുണ്ടല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. അവരാടാ ചെറുപ്പക്കാര്. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ ബദരീങ്ങൾ 14 പേര് ഷഹീദായല്ലോ. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയല്ലോ. അവരെ കുറിച്ചൊന്ന് പഠിക്കണേ. 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്നറിയുമോ? സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. എത്രയോ സ്വഹാബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതാ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ സഹോദരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാ. ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. യാ അഖീ, എന്റെ പൊന്നനിയാ, എന്തിനാടാ ഒളിച്ച് നടന്നു പോകുന്നത്? എന്തിനാണ് ബദറിന്റെ രണാങ്കണത്തിലൂടെ നീ ഒളിച്ച് നടന്നു പോകുന്നത്? ജ്യേഷ്ഠനോട് അനുജം പറയുന്നു, ഇക്കാ അല്ലാഹുവിന്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ്. നബിതങ്ങൾ കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടക്കുന്നത്. എന്റെ നബിതങ്ങൾ കണ്ടാലെന്തേ? അവിടെന്ന് ഉമൈർ പറയുകയാ, എനിക്ക് പ്രായം കുറവാണ്, 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സേ ഉള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ എന്നെ സമ്മതിക്കൂല. ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് നബിതങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടന്നു പോകുന്നത്. അല്ലാഹുവേ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ കാണുകയാണ്. നബിതങ്ങൾ അവിടെന്ന് കണ്ടപ്പോ അവിടെന്ന് പറയുകയാ, ഉമൈർ ബിൻ അബീ വഖാസ്, വീട്ടിലേക്ക് പോ, നീ ബദറിൽ വരണ്ട, നീ ബദറിന്റെ രണാങ്കണത്തിൽ വരണ്ട, നീ കുട്ടിയാണ്, നീ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും മടക്കി വിടുമ്പോ ഉമൈർ ബിൻ അബീ വഖാസ് നബിതങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യർസുക്കൻ, അവിടെന്ന് പറയുകയാ, ലഅല്ലല്ലാഹു അയ്യർസുക്കൻ ഷഹാദ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പോയി ഷഹീദാകണം നബിയേ. ആ 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കരയുകയാ. ടാബിന് വേണ്ടിയല്ല, കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല, കറങ്ങാൻ പോകാനല്ല, ബൈക്ക് വാങ്ങാനല്ല, ടൂറ് പോകാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ആ 16 വയസ്സുകാരൻ
വയസ്സുകാരൻ കരയുകയാ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം നബിയേ. ആ പൊന്നുമോന്റെ കരച്ചില് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ, എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല. എന്റെ സഹോദരന് ഞാനാണ് ആ പരിച വെച്ച് കെട്ടിക്കൊടുത്തത്. അവിടെ പോയി ഷഹീദ എന്ന് പറയുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കടാ മോനെ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണം. ആരാണ് ബദരീങ്ങള്? ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പഠിക്കണം. ഇന്നത്തെ യുവതലമുറ മറന്നുപോയടോ. അല്ലാഹുവിന്റെ റസൂലും ബദരീങ്ങളെ കുറിച്ചൊക്കെ ഇന്നത്തെ മക്കളെ മറന്നുപോയി. അവർക്ക് ആരാണെന്നറിയില്ല. ഇന്ന് സാധാരണ റമളാനിൽ ഒരു ദിവസം പോലെ കടന്നു വരുന്നു. അന്നെന്ത് പ്രത്യേകതയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമെടുത്ത് നോക്ക്. അഫ്രഇന്റെ 2 മക്കൾ, അഫ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ 2 മക്കൾ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് നോക്കിയാൽ മുഅബ്ബദും മുഅവ്വിദും 2 കുട്ടികളാണ്. 8ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ മക്കൾ ഇസ്ലാമിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുആദും മുഅവ്വിദും എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ചരിത്രമെടുക്ക്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ എന്റെ വലതും ഇടതും 2 കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവനെ, വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കുട്ടികളെ എന്റെ വലതും ഇടത് നിൽക്കണേ. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ സമയത്ത് ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, യാ അമ്മി. നമ്മള് മാമാ എന്നൊക്കെ വിളിക്കൂലേ, കാക്കാ കാന്ന് വിളിക്കണ പോലെ ഈ 2 മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനവറുകൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ഈ കുട്ടികൾ ചോദിക്കുന്നു, ഹൽ തഅരിഫു അബൂജഹൽ, ഈ അബൂജഹൽ ആരാ? ഈ കുട്ടി ചോദിക്കാം, ബദറിന്റെ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അബൂജഹൽ ആരാണ്? അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, മക്കളെ അറിയാവോ? അബൂജഹലിനെ അറിയാവോ? അറിയാം. ഒമാ ഹാജത്തുക ഇലൈക, എന്തിനാ മക്കളെ നിങ്ങൾ ഈ അബൂജഹലിനെ തിരയുന്നത്? അപ്പൊ ആ കുട്ടികൾ പറയുന്നുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ പറയാ, അബൂജഹലിനെ ഒന്ന് കാണിച്ചതാ. ഒരുത്തം പറയാ, അബൂജഹലിനെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. 2 കുട്ടികളാണ് അവരുടെ ചരിത്രം പറയുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്ന ഒരു വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാ, അവനെ ഒന്ന് കാണിച്ചതാ, അവനെ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഉടനെ ഇടത് സൈഡിൽ നിൽക്കുന്നവൻ പറയണു, എനിക്ക് കാണിച്ചതാ, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, അവസാനം ആ കുട്ടികൾ കാണിച്ചു, മോനെ ദോ ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. ആ വരുന്നവനാണ് അബൂജഹൽ, കാണിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ 2 കുട്ടികളാണ് അബൂജഹലിനെ കൊന്നുകളഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ ഇതായിരുന്നു അന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കല. ഇന്നത്തെ കുട്ടികൾ, പടച്ചവനെ, ഇപ്പൊ MDM എല്ലാം കഴിഞ്ഞിട്ട് വെറൈറ്റി സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് കുടിക്കുന്ന അവസ്ഥ. ചുമയുടെ മരുന്ന് വാങ്ങി വരെ കുടിക്കുക, മൊത്തവും ലഹരിക്ക് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ബദരീങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ലടോ. ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് തന്നെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തു ബദരീങ്ങൾക്ക് വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് വളർന്നു വരുന്നവർക്ക് ബദരീങ്ങളെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. അവരെ കുറിച്ച് പഠിക്കണം, ബദരീങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ആ 313 സ്വഹാബത്ത് അവര് നിസ്സാരക്കാരായില്ലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക അവരെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നാം അവരുടെ പിന്നിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം. അവരെ കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവ ബഹുമാനിക്കുകയും അവര് പോകുന്ന സ്വർഗത്തിൽ നമ്മൾ എന്ത് നന്മയാ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടത് റമളാനിന്റെ 30 ദിവസവും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗം തരണോന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്.
മഹാനായ സയ്യിദുന അംറു ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു തആല മുടന്തനായ സഹാബിയ. ഈ സഹാബി ബദറിന്റെ തലേ ദിവസം നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ബദർ യുദ്ധത്തിന് പോകണം. എനിക്ക് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ബദർ യുദ്ധത്തിന് പോകണം. അപ്പം മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പായ്ക്ക് ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനാ നബിയെ ബദർ യുദ്ധത്തിന് പോകുക? അതുകൊണ്ട് അനുവാദം കൊടുക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉദുറുണ്ട്, നിങ്ങൾക്ക് കാരണങ്ങളുണ്ട്, പോകണ്ട. വയ്യാത്ത ആളാ, സുഖമില്ലാത്ത ആളാ, പോകണ്ട. അനുവാദം കൊടുത്തില്ല. കുറച്ചു നാള് കഴിഞ്ഞു. അപ്പാണ് ആ ഉഹദ് യുദ്ധം കടന്നു വരുന്നത്. ഉഹദ് യുദ്ധം കടന്നു വന്നപ്പോ അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ആ വയ്യാത്ത കാലുമായിട്ട് വീണ്ടും നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, 4-5 കിലോമീറ്ററേ ഉള്ളൂ ഉഹദ്, എനിക്ക് പോകണം നബി, എനിക്ക് അനുവാദം വേണം, എനിക്ക് അനുവാദം വേണം, എനിക്ക് ഷഹീദാകണം, എനിക്ക് ഈ മുടന്തുള്ള കാലുമായിട്ട് തന്നെ നാളെ സ്വർഗത്തിൽ പോകണം, എന്നെ എന്തായാലും എന്റെ മക്കൾ ഈ പ്രാവശ്യവും വരും കാരണങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ സ്വഹാബി പോയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ. അവസാനം ആ സ്വഹാബി ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കല്ലേ അല്ലാ, എന്നെ ഉഹദിൽ നിന്ന് നീ മടക്കരുത്, എനിക്ക് ഷഹീദാകണം പടച്ചവനെ. ആ പ്രായം ചെന്ന ഉപ്പ, ആ കാലിന് മുടന്തുള്ള സ്വഹാബി അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദ എന്ന് പറയുമ്പോ ആ മുടന്തുള്ള സ്വഹാബി പോലും പടച്ചവനെ സ്വർഗത്തിൽ പോകാൻ അത്രത്തോളം പരിശ്രമിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ആ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, അള്ളാഹുവിന്റെ കലാമുണ്ടല്ലോ, നമ്മളിൽ പലർക്കും അതിന് ആദരവില്ല, ബഹുമാനമില്ല, പരിഗണനയില്ല, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറില്ല. നമുക്കത് നിസാരമായി പോയി മരണ വീട്ടിലെടുത്ത് പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് മാറുമ്പോ നമുക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. ഭയപ്പെടണം ചെറുപ്പക്കാരാ, പെങ്ങളെ നല്ലതുപോലെ പേടിക്കണം. അത് അള്ളാഹുവിന്റെ കലാമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മുസ്ലിമീങ്ങളെ പഠിക്കണം. മുസ്ലിം ആരാണെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയുമോ? ഒരു മുസ്ലിമായി ജീവിച്ചാൽ, ഒരു മുസ്ലിം മുഅ്മിനായി ജീവിച്ചാൽ അവന്റെ ജീവിതമാണ് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ അവനെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വഭാവ ഗുണം കണ്ടിട്ടാണ് ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, ഒരു മുഅ്മിനിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഅബാലയത്തെ പോലെയാകണം ഒരു മുസ്ലിം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനെ പോലെയാകണം ഒരു മുഅ്മിനിന്റെ സ്വഭാവം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പടച്ചവനെ, ആ കഅബാലയത്തെ ഒരു മനുഷ്യന് എത്ര പ്രാവശ്യം കണ്ടാലും അവന് കൊതി തീരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ, പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ. വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ അവിടെ പോയവരാണ്, ആ സ്ഥലം കണ്ടവരാണ്, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ 1,00,000 പ്രാവശ്യം കണ്ടാലും നിനക്ക് മതി വരുന്നില്ല. അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നില്ല. ഞാൻ കണ്ട സ്ഥലമാണ്, അതുകൊണ്ട് വേറെ എവിടെങ്കിലും പോകാമെന്ന് നമ്മൾ പറയുന്നില്ല. ആ കഅബാലയം കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്, ആ കഅബാലയത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ആ കഅബാലയത്തിലൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാനൊന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയൊന്ന്
നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത കൊതിയാണ്, നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ലടോ. അവസാനം ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് വിടവാങ്ങല് തവാഫ് കഴിഞ്ഞ് അവസാനം അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് സലാം പറയുമ്പോ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുകയാണ്. അവൻ അവസാനം പിരിയുമ്പോഴും പറയുന്നത്, പടച്ചവന് എനിക്കിനിയും വരാനും ഇനിയും കാണാനും എനിക്ക് ഭാഗ്യം തരണേ എന്ന് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് പിരിയുമ്പോ ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് നബി തങ്ങളുടെ സ്വഭാവം. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട ഒരാള്, നബി തങ്ങളോട് സംസാരിച്ച ഒരാള്, നബി തങ്ങളുടെ കൂടെ ഇരുന്ന ഒരാള്, പടച്ചവനെ അവർക്കൊരിക്കലും മതിയാകുന്നില്ല. നബി തങ്ങളെ എത്ര കണ്ടാലും മതി വരില്ല. നബി തങ്ങളുടെ സംസാരം എത്ര കേട്ടാലും മടുപ്പ് വരില്ല. നബി തങ്ങളുടെ കൂടെ എത്ര നേരം ഇരുന്നാലും പിന്നെയും പിന്നെയും ഇരിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. ഇങ്ങനെ ആയിരിക്കും ഒരു മുഅ്മിന്. അവനെ കാണാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, അവനോട് സംസാരിക്കാൻ കൊതിക്കുകയാണ്, അവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമടോ. ഒരു മുസ്ലിമിന്റെ ജീവിതം അതാണ്. എന്തിനാ വഅദ് പറയുന്നത്, എന്തിനാ ജനങ്ങളെ ഉപദേശിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതായിരുന്നു ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ യമനിലെ രാജാവാണ് സുമാമ. ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, ഇസ്ലാമിനോട് വല്ലാത്ത ശത്രുതയാണ് സുമാമയ്ക്ക്. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത വെറുപ്പാണ്. നബി തങ്ങളെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ച മനുഷ്യനാണ് സുമാമ. നബി തങ്ങളെ ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ്. നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം സുമാമയ്ക്ക് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ അവിടെ നിന്ന് കൊന്നുകളയുകയാ. ഒരുപാട് മുസ്ലിമീങ്ങളെ സുമാമ എവിടെ നിന്ന് കൊന്നുകളഞ്ഞു. വല്ലാത്ത ഉപദ്രവമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമയ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ സഹാബാ. നബി തങ്ങൾ കൊല്ലാൻ പറഞ്ഞ സ്വഹാബ മനുഷ്യനാണ്. അത്രത്തോളം അവൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചവനാണ്. ആ സുമാമ എവിടെ വെച്ച് കിട്ടിയാലും കൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ ഓർഡർ ഇട്ടിരിക്കുകയാണ്. സ്വഹാബത്ത് അവനെ തിരഞ്ഞു നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു ദിവസം അതാ ഒരു മനുഷ്യനെ കിട്ടുകയാണ്. പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ സംസാരവും അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയിക്കുന്ന രീതിയിലാണ് അവന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതുകൊണ്ട് സ്വഹാബത്തിന് സംശയമായി, ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണോ അതോ ഇസ്ലാമിന്റെ അനുകൂലിയാണോ? പടച്ചവനെ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്ന് മസ്ജിദുൻ നബവിയിൽ കെട്ടിയിടുകയാ. മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കട്ടെ, പ്രവാചകൻ വന്നിട്ട് ഈ മനുഷ്യന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നു, ആരാണെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്,
അതിശയകരമായ അവസ്ഥയിൽ കിട്ടിയ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നബിയെ. നബി തങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കാം. അള്ളാഹുവിന്റെ പ്രവാചകനാ മനുഷ്യനെ നോക്കുകയാണ്. ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനെ അള്ളാന്റെ റസൂൽ അവിടെന്ന് നോക്കുകയാ. എന്നിട്ട് നബി തങ്ങൾ ചോദിക്കുന്ന സ്വഹാബാ, ആ കിടക്കുന്നതാരാണെന്നറിയുമോ സ്വഹാബാ? അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനാരെന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അറിയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അത് സുമാമയാണ് സ്വഹാബാ. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ തയ്യാറായ ആ മനുഷ്യനെയാണ് പള്ളിയുടെ തൂണിലവിടുന്ന് കെട്ടിക്കിട്ടിരിക്കുന്നത്. സുമാമയാണെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുകയാണ്, അവരുടെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയാണ്. അള്ളാന്റെ റസൂൽ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ, നബിതങ്ങൾ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓരോ മനുഷ്യനും കൊതിച്ചു പോവുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ സ്വഹാബാ? ഒരാളും സുമാമയെ തൊട്ടുപോകരുത് സഹാബാ. ഒരാൾ പോലും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല. അള്ളാന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. രണ്ടാമത് പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് സുമാമയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ ഒരു പ്രയാസവും വരുത്തരുത്, നിങ്ങൾ ഭക്ഷണവും പാലും കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ നബിതങ്ങൾ പറഞ്ഞ മനുഷ്യനെയാ സ്വഹാബത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നബിതങ്ങൾ ചോദിച്ച്, ഈ കിടക്കുന്നത് ആരാന്നറിയോ? സുമാമ. സ്വഹാബത്ത് മുഴുവനും പടച്ചവനെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നേക്കാമെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുമ്പോഴാ നബി